ഹൂ ഡിസൈഡ്സ് ദ എക്സ്പയറി ഡേറ്റ് ഓഫ് എ വുമൺസ് ഡ്രീം? മഞ്ജു ചേച്ചി പറഞ്ഞ് ഹിറ്റാക്കിയിട്ടുള്ള ഈ ഡയലോഗ് ചിലപ്പോഴൊക്കെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. പാൻഡമിക് സിറ്റുവേഷനിൽ സ്വന്തം ലൈഫ് പോലും അപകടത്തിലാക്കിയിട്ടാണ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്നത്. എന്നിരുന്നാലും ഹാപ്പി ആയിരുന്നു. 11,000 റുപ്പീസ് സാലറി ആയിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ ഒരുപാട് ലഡുകൾ പൊട്ടിയതാണ്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ കാറ്ററ്റ് BEd MA ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചർക്ക് ഇത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി. ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ടൈമിലാണ്. യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് മാറ്റിയപ്പോൾ തോൽക്കാൻ പാടില്ലല്ലോ. പക്ഷേ അവർ ഒരു ഡിമാൻഡ് വെച്ചു. 3 മാസത്തിന് സാലറിയുടെ 40% തരുള്ളൂ എന്ന്. ഓക്കെ, കുഴപ്പമില്ല. 3 മാസം കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് കയ്യിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. സാലറിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടായി, ബട്ട് ഓൺലി 70%. അതായത് 7,770 രൂപ മാത്രമാണ് സാലറി കിട്ടിയിരുന്നത്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോട് ഗുഡ് ബൈ പറയാൻ തീരുമാനിച്ചു. പക്ഷേ അപ്പോഴാണ് രസം. എന്നും ചാരിറ്റി, കോളേജിൻ്റെ വളർച്ച എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൺവിൻസ് ചെയ്തിരുന്ന പ്രിൻസിപ്പാളിന് 60,000 ആയിരുന്ന അദ്ദേഹത്തിൻ്റെ സാലറിയിൽ 1 lakh ആക്കാനുള്ളൊരു ഇൻക്രിമെൻറ്റ് വേണം എന്ന് പറഞ്ഞ് മാനേജ്മെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്ത്, പോരാത്തതിന് ആ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ മെയിൻ കോളേജ്, അവരുടെ തന്നെ മെയിൻ കോളേജുണ്ട്, ഒരു റെപ്യൂട്ടഡ് സ്ഥാപനമാണ്, അതിലേക്ക് മാറ്റം ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ് എന്നൊരു ഇൻഫോർമേഷനാണ് ഒരു സ്റ്റാഫിൽ നിന്ന് കിട്ടിയത്. ഈ ഒരു സിറ്റുവേഷനിൽ മഞ്ജു ചേച്ചി ചോദിച്ച ആ ഒരു ചോദ്യം തന്നെയല്ലേ ചോദിക്കേണ്ടത്?